സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വാഴ ബോയ്സ്. വെൽക്കം. ഈ ബേസിലായിട്ടുള്ള സീൻ ഉണ്ടായിരുന്നല്ലോ വാഴ വണ്ണില്, ഇതിലേക്ക് വരുമ്പോഴെങ്ങനെയാ ബേസിൽ വാഴ കൊണ്ടുണ്ടാവുന്ന ഒരു 4 ഗുണങ്ങൾ? ചോറ് കഴിക്കാം, സദ്യ കഴിക്കാം, കഴിക്കാലോ, പിന്നെ മറ്റേ തോരൻ വെക്കാം. അതന്നെ വാഴ. നീ അവിടെ പോയി പിന്നെ ചിപ്സ് ചിപ്സ് பயங்கரமான ஆளா இருக்கீங்க. வாழ்த்துக்கள், ரொம்ப நன்றி. ഇടയ്ക്ക് നീ മോളടുത്ത് ചോദിക്കണേ. ഇവരുടെ വീഡിയോസ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ? വാഴയില് വരുന്നതിന് മുന്നേ? കുട്ടിക്കാനുള്ള സമയമില്ല, പഠിത്തമൊക്കെ ആയിട്ട് പോണ കുട്ടിയാ. കുറച്ചും കൂടി അറിഞ്ഞതിന് ശേഷം എന്തൊക്കെ മനസ്സിലാക്കി? അച്ഛൻ ഫോൺ കൊടുക്കാറുണ്ട്. എത്ര ടേക്ക് ഒക്കെ പോയായിരുന്നു? അത് എണ്ണീട്ടില്ല. അത് എങ്ങനെ ചിലപ്പോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് വളരെ മറക്കും. എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളിപ്പോ പറഞ്ഞു വെച്ചിട്ട് ഭയങ്കര അങ്ങനല്ല. Hey, I've seen this one. This is a classic. ഇങ്ങനൊരു ഡ്രീം ആക്ടർ ഉണ്ടോ അല്ലെങ്കിൽ ഡ്രീം ഡയറക്ടർ ഉണ്ടോ? ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്താൽ എനിക്ക് ആഗ്രഹമുണ്ട്. നോളന്റെ കൂടെ വർക്ക് ചെയ്ത ശരിക്കും ഹാഷിർ പ്രണയത്തിലാണ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. വാഴ 2 എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് വാഴ ബോയ്സ്. വെൽക്കം. നമസ്കാരം. ഇപ്പൊ വാഴ 2 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൺപിള്ളേരാന്ന് തോന്നുന്നു ഈ മൂവിക്ക് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ കുറെ ആൺപിള്ളേരും അറിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു വാഴ 1. അതുകൊണ്ടാണോ? അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും സീൻസ് ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ സീൻ കണക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ വാഴയിലെ? സ്കൂൾ ലൈഫ്, പിന്നെ ഒരുപാട് ആൺപിള്ളേരുടെ ലൈഫ് റിലേറ്റ് ചെയ്തല്ലേ. ബോയ്സ് എന്നല്ലേ പടത്തിന്റെ പേര്. ബ്രോസ് എന്നാണ് കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ സഹോദരങ്ങൾ കണക്ട് ആവും. ഈ വാഴ 2 ഓൾറെഡി വാഴ 1-ന് ശേഷം പ്ലാൻ ചെയ്തിരുന്നതാണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്? അല്ല, 1-ന്റെ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാഴ 2 കൂടി ഇറങ്ങണം. വാഴ 1 കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് വാഴ 2-നെ പറ്റി. ഈ വാഴ 2 പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ? സന്തോഷമായിരുന്നു, അല്ല നമ്മള് 4 ഇത്ര സീരിയസ് ആവണ്ട. നമ്മള് 4 ലീഡിങ് ഒരു പടം വരുന്നത് സന്തോഷമായിരുന്നു. അതെ. ഹാഷിർ ഭയങ്കര ഇൻട്രോവേർട്ട് അല്ലല്ലോ? അല്ലല്ല, പക്ഷെ ഞാൻ പണ്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമ്പോഴേക്കും ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട്. ഇപ്പൊ അത് കുറെ മാറി തോന്നുന്നു. ഇപ്പൊ മാറി, ഓക്കെ ആയി. എങ്ങനെയാ അത് മാറ്റിയെടുത്തത്? അപ്പൊ ശരിക്കും ഇൻട്രോവേർട്ടാ? അല്ലല്ല, അത് അങ്ങനെ ഒരു സ്ഥലമായോണ്ടാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അവരെ എല്ലാ ക്യാരക്ടറിലും ഞാൻ ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്റെ സർക്കിളിലൊക്കെ ഞാൻ അടിപൊളിയാണ്. ഇവരുടെ സർക്കിളൊക്കെ അടിപൊളിയാണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഈ ചേട്ടന്മാരുടെ കൂടെ? എന്തായിരുന്നു ലൊക്കേഷനിൽ ഇവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയായിരുന്നു? ലൊക്കേഷനിൽ കൂടുതൽ ഞാൻ അജിൻ ചേട്ടനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സീനൊക്കെ ഭയങ്കര ശരിയാണ്. എനിക്ക് ശരിക്കും ഇമോഷൻ പിടിച്ചേക്കാൻ വയ്യ. എനിക്ക് ഭയങ്കര ശരിയാണ് ശരിക്കും. അലൻ ചേട്ടനും ആശുരേട്ടനും ആരോട് ചെയ്യുമ്പോൾ എനിക്ക് ഫുള്ളി ഒന്ന് ഞാൻ ചിരിച്ചു. എനിക്ക് അല്ല എല്ലാവരും കൂടെ അജിൻ ചേട്ടനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞത്. പക്ഷെ സീരിയസ് ആയിട്ടിരിക്കുന്ന അജിൻ ചേട്ടനാ. അപ്പോഴേക്കും ഇന്റർവ്യൂ തീരും. ആകെ 1 മണിക്കൂറുള്ളൂ. എന്താ അജിൻ അത്ര സീരിയസ് ആയിട്ട്? രാവിലെ ഇന്റർവ്യൂ വെച്ചതിന്റെ ദേഷ്യമാണോ? ഇല്ല. ഓക്കെ.
ഈ ഫസ്റ്റ് പാർട്ടിലെ ക്യാരക്ടറിൽ നിന്നിട്ട് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ എങ്ങനെയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ ഫൺ ആയിട്ടുള്ള ക്യാരക്ടർ? അല്ല, നമ്മൾ സാധാരണ യുവാക്കളുടെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന അവരെ ക്യാരക്ടർ എങ്ങനെയാണ്, എപ്പോഴും സീരിയസ് ആയിരിക്കില്ല. പ്രശ്നങ്ങൾ കാണും, പിന്നെ സന്തോഷങ്ങൾ കാണും, അങ്ങനെ എല്ലാം കൂടെ ഒരു വന്നൊരു പരിപാടിയാണ്. ശരിക്കും ഇപ്പൊ വാഴ ആക്ച്വലി നല്ല നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു മരമാണല്ലോ. അതെ അതെ. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ വാഴ എന്ന് വിളിക്കുന്നത്? ചുമ്മാ നമ്മള് കളിയാക്കാൻ വേണ്ടി ഓരോ പദങ്ങൾ യൂസ് ചെയ്തില്ലേ, അങ്ങനെ അതായിട്ട് വന്നേന്ന് തോന്നുന്നു. കറക്റ്റ് അറിയാൻ വയ്യ. സീരിയസ് ആയിട്ട് പറയണ്ട. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അതായത് ചിലപ്പോ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ വാഴ പോലെ നിൽക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്ന് ഉദ്ദേശിച്ചായിരിക്കും അങ്ങനെ വരുന്നത്. അതായത് ഈ വാഴ ഒന്നും ചെയ്യാറില്ലല്ലോ, വെറുതെ പക്ഷെ വാഴകളൊക്കെ എന്തോ ഒരു ഉപകാരമുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഈ വാഴയാണ് കേട്ട ഒരു സന്ദർഭം ഏതാ? കേട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വാഴ ഇല്ല, ഒരിക്കലും അങ്ങനെ നമ്മളെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മോളെ പറഞ്ഞിട്ടുണ്ടോ വാഴ എന്നാലും? സ്കൂളിലൊരു പേര് പറയാം, ചോദിക്കും. സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും? അയ്യോ, പക്ഷെ കഴിവുള്ള വെച്ചാണ് കേട്ടോ. ഡാൻസ് കളിക്കും, പാട്ട് പാടും, പടമൊക്കെ പാട്ട് പാടോ? ഏത് സാഹചര്യത്തില് വാഴാന്ന് വിളിച്ചത്? ടീച്ചറാണോ വിളിച്ചത്? ടീച്ചറൊന്നുമില്ല, ക്ലാസ്സിൽ എല്ലാവരും തൽക്കാലത്തിന് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാഴയെന്നടാ. എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിച്ചോണ്ടായിരിക്കും. അതന്നെ. അതുകൊണ്ടാണോ വാഴയെന്ന് വിളിക്കുന്നത്? അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വിളിക്കൂ തന്നെ. സിനിമയിലെ അഭിനയിച്ചോണ്ട് വിളിക്കാം. എല്ലാവരുടെ സ്വഭാവം വെച്ചിട്ട് വിളിക്കുന്നതാണോ വാഴയെന്ന്? വിളിച്ചിട്ട് ചില ആൾക്കാരിനെ വാഴ വിളിക്കും, അങ്ങനെയൊക്കെ പറയാൻ അറിയാം. ഈ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും വലിയ വാഴ ആരായിരുന്നു? അങ്ങനെയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യും, പക്ഷെ സ്റ്റിൽ വാഴാന്ന് വെളി കേൾക്കണം. ഇല്ല, അങ്ങനെ ആ രീതിയിൽ നമ്മള് ആരും വിളിച്ചിട്ടില്ല, സീരിയസ്ലി വിളിച്ചിട്ടില്ല. വിളിച്ചിരുന്നു. അങ്ങനെ ക്യാരക്ടറാണ് ചോദിക്കുന്നത്. അങ്ങനെ ആരും ഇല്ല, അങ്ങനെ ആരും വിളിച്ചിട്ടും ഇല്ല. അങ്ങനെ ഇല്ല, വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആൾക്കാരില്ല. ഇല്ല. നിങ്ങളെ ഈ റീൽസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇപ്പൊ ഫിലിമിലേക്ക് വരുമ്പോഴേക്കും, അതായത് മൊബൈലിൽ നമ്മളിങ്ങനെ റീൽസ് ചെയ്ത് പിന്നെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഫോണിൽ നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ റീൽസ് ചെയ്തിട്ട് പിന്നെ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ ആക്ടിങ്ങില്? ചോദ്യം തന്നെ മാറ്റിക്കളഞ്ഞു. ഈസി ആക്കിയതാ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫോണിൽ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നാലുപേര് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ അഭിപ്രായങ്ങൾ, അത് സിനിമ കഴിയുമ്പോൾ അങ്ങനെയല്ലോ, ഒരുപാട് ചില ആൾക്കാരുടെ അഭിപ്രായങ്ങളുണ്ട്, നമ്മളെ അഭിപ്രായമുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം ഒരു കോർഡിനേഷനിലൂടെ വരുന്ന ഒരു സാധനമാണ്. മറ്റേ നമ്മളെ ഫോണിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം നിന്ന് ചെയ്യുന്ന അതിൽ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ, പിന്നെ അഭിനയം അതേ കണക്ക് വ്യത്യാസം വരും. ഈ ബേസിലായിട്ടുള്ള സീൻ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. വാഴ വണ്ണില്ലേ? അതെ. ഇതിലേക്ക് വരുമ്പോഴെങ്ങനെയാ ബേസിൽ ജോസഫ് ആയിട്ട് എന്തെങ്കിലും കോമ്പിനേഷൻ സീൻ? കംപ്ലീറ്റ്ലി പുതിയൊരു സ്റ്റോറിയാണ്. അതെ അതെ അതെ. നമ്മള് നാലുപേരെ സ്റ്റോറിയാണ്. നമ്മൾ നാലുപേരാണ് ഇതില്. ഇല്ല, ഈ ഫസ്റ്റ് പാർട്ടില് ബേസിലായിട്ടുള്ള സീൻസില് ഇപ്പൊ നല്ല അഭിപ്രായങ്ങൾ വന്നു, കുറച്ച് ട്രോൾസ് ഒക്കെ വന്നില്ലേ? അപ്പൊ ഹാഷിർ എങ്ങനെയാ അത് എടുത്ത്? പ്രണയം ബേസിലായിട്ടോ? ബേസിലായിട്ടുള്ള ആദ്യത്തെ സീനില് എങ്ങനെയായിരുന്നു അത്? ട്രോളൊക്കെ വന്നല്ലോ. അപ്പൊ അത് ആഷിർ എങ്ങനെയാ അത് കണ്ടു വിലയിരുത്തി? പറഞ്ഞിട്ട് പയ്യെ പറഞ്ഞില്ല. അതായത് അതെങ്ങനെ വിലയിരുത്തി എന്ന് ചോദിക്കാൻ വേണ്ടി, വിലയിരുത്താൻ വേണ്ടി നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി അത്ര ആ രീതിയിൽ അങ്ങ് എടുത്തു, അത്രേ ഉള്ളൂ. കാര്യം സംസാരിക്കുന്ന കാര്യം അവർക്ക് അഭിപ്രായം പറയാനുള്ളതുണ്ടല്ലോ, നമ്മളെന്ത് പറയാനാണ്, നമ്മൾ ചെയ്യ. മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. അതായത് പറഞ്ഞു, അതായത് അങ്ങനെ അതിനുവേണ്ടി ഞങ്ങളങ്ങനെ വിലയിരുത്താറില്ല. അത് ഒരു സീൻ ട്രോൾസ് വരെ കണ്ടാൽ കളഞ്ഞത്ര. ഓക്കെ, ഞാൻ എന്തായാലേ നിങ്ങളുടെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി ഞാനൊരു റാപ്പിഡ് ഫയർ തരാം. ഓക്കെ, മോൾക്ക് ഉത്തരം പറയാൻ കേട്ടോ. ഇവരുടെ കൂടെ കുറച്ച് നാൾ ഷൂട്ട് ചെയ്തതാണല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കോഴി ഒരു ചോദ്യോ? ആരാ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ആരെങ്കിലും പറയണം. ആരെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറയില്ല. അങ്ങനെയൊന്നുമില്ല. കാര്യമായിട്ടൊന്നുമില്ല. അതുപോലെ ഈ ചോദ്യം അതാണ്, പറയണമെങ്കിൽ 4 പേരെയും പറയണം. അങ്ങനെ എന്തെങ്കിലും അല്ല, പറയാനും ഇല്ല, പറയണമെങ്കിൽ 4 പേരെയും പറയണം. ശരി. കൂടുതൽ ഏറ്റവും വലിയൊരു ഡാൻസർ? ഡാൻസ്
ഓ കറക്റ്റാണെന്ന് ഇരുന്ന് ഓ നമ്മള് നോർമലി നമ്മളെല്ലാം കൂടെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്ന അല്ലാത്ത ഡാൻസ് ഒന്നുമല്ല ഇപ്പൊ. മാസ്റ്റർ പീസ് സ്റ്റെപ്പ് ഒക്കെ ഇല്ലേ? ഇല്ല 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 ഇല്ല, അത് നമ്മൾ ഇതിന് വേണ്ടി സെറ്റ് ചെയ്തിട്ട് കളിക്കുന്ന ഓക്കെ. വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, അല്ലാതെ കളിക്കത്തില്ല. ഇല്ല. അതെ അതെ, വീഡിയോയിൽ അഭിനയിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് കാണും. ഈ കോണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ഫ്ലോപ്പ് ആയിട്ടുള്ള കോണ്ടന്റ് ഐഡിയാസ് കൊണ്ടുവരുന്നത് ആരാ? അതെങ്ങനെയാണെന്നറിയോ, അതായത് നമ്മൾ 4 പേരും വീഡിയോ ചെയ്യുമ്പോൾ 4 സമയത്ത് പല പല ഫ്ലോപ്പ് വരാം. ചിലപ്പോൾ ചില ആൾ പറയുന്നതായിരിക്കും അടിപൊളി, അങ്ങനെ ഒരു കോർഡിനേഷനിലാണ് അത് പോണം. ചില സമയത്ത് ഒരാളെ മാത്രമാവും, ചില ഒരു സമയത്ത് അത് തന്നെ ഉത്തരം. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം പല സമയത്തും പലർക്കും സംഭവിക്കാം. ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത് ആരാ? ഞാൻ കുഴപ്പമില്ല, പോട്ടെ. ഇല്ല, അതും സാഹചര്യം അനുസരിച്ചാണ്. ഞാൻ അങ്ങനെ അല്ലേ ചോദിച്ചു. നമ്മൾ 4 പേര് 4 സ്ഥലത്ത് ഇരുത്തിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് നോക്കും, കറക്റ്റ് കാര്യമായിരിക്കും പറയുന്നത്. 10 ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു. 10 ദിവസം. അപ്പൊ നിങ്ങൾ മനസ്സിലായി, മനസ്സിലായി. കുഴപ്പമില്ല, അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് 10 ദിവസത്തെ പ്രാക്ടീസ് എടുത്താണ് ഞങ്ങൾ എല്ലാവരും ഒരേ ഉത്തരം പറയുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഞാൻ 4 പേര് 4 റൂമിൽ കൊണ്ടിരുത്തുമ്പോഴേ ഒരേ ഉത്തരം പറയും. അത് 10 ദിവസത്തെ പ്രാക്ടീസിലൂടെ ചെയ്തെടുത്തേന്നാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല അല്ലേ? നേരത്തെ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്, 10 ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുകയാണ്. വീണ്ടും മനസ്സിലായില്ല. അതെ അതെ, തമാശ സീരിയസ് ആയത്. അതായത് നമ്മൾ ഇങ്ങനെ റാപ്പിഡ് ഫയർ ആണ്. ഒറ്റ ഉത്തരത്തിൽ പറഞ്ഞു. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഇവിടെ ചോദിക്കാം, നിങ്ങള് സിനിമ ഓരോരുത്തരത്തോർക്ക് അങ്ങനെ ആകുമ്പോൾ ഒറ്റ ഉത്തരം വരത്തില്ല. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് സിനിമ ലൊക്കേഷനിലല്ല ഒരു വാഴത്തോട്ടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ എന്തെങ്കിലും? മനസ്സിലായില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നീ ഒരു വാഴത്തോട്ടത്തിലാണെന്ന് വിചാരിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? അത് നീ ഒരു വാഴത്തോട്ടത്തിൽ വാഴയാണെങ്കിൽ പഴം തിന്നും. വാഴയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാൽഡിവ് ട്രാൻസ്ലേറ്റർ. വാഴത്തോട്ടിലാണ് നിൽക്കുന്നെങ്കിൽ അല്ലേ? അല്ല, അങ്ങനത്തെ ചോദിച്ചത് എങ്ങനെയല്ലേ? അല്ലേ? ഞാനും പഴം തിന്നാന്ന് പറഞ്ഞ അതല്ലേ കറക്റ്റല്ലേ? ചിലപ്പോ വല്ല കത്തിയിലാണെങ്കിൽ ഒന്ന് വാഴ വെട്ടിയിടാൻ നോക്കും. അതെ, ഭയങ്കര രസമാണ് വാഴ വെട്ടിയിടാൻ. അടുത്ത വാഴ കൊണ്ടുണ്ടാവുന്ന ഒരു 4 ഗുണങ്ങൾ പെട്ടെന്ന് പറയണം. പഴം എന്ന് പറഞ്ഞാൽ 4 ഇല കൊണ്ട് ചോറ് കഴിക്കാം, പിന്നെ ചോറ് കഴിക്കാം, ആഹാരം കഴിക്കാം, സദ്യ വേണമെങ്കിൽ കഴിക്കാം. കഴിക്കാലോ. ആരല്ലേ? പിന്നെ മറ്റേ തോരൻ വെക്കാം. അതന്നെ വാഴക്കൂമ്പ്. നീ അവിടെ പോയി പിന്നെ എന്റെ വാഴക്കൂല ചിപ്സ് അരിഞ്ഞ് വിനായക 2. പിന്നെ മറ്റേ വാഴ തടയുണ്ടെന്ന് പറയുമല്ലോ, അത് വെച്ചിട്ട് തോരനൊക്കെ വെക്കാം. 4. ഓക്കെ. മോളെപ്പോഴും ആരൊക്കെയോ വാഴാന്ന് വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ തിരിച്ചൊരാളെ വാഴാന്ന് വിളിക്കാൻ ഈ കൂട്ടത്തിൽ ആരെ വിളിക്കും? ഈ കൂട്ടത്തില് അങ്ങനെ വിളിച്ചപ്പോ എന്താ ചുമ്മാ പറഞ്ഞു, കുഴപ്പമില്ല. അവിടെ പറഞ്ഞോ, ഇവിടെ ആരും വാഴയിട്ടില്ല പ്രത്യേകിച്ച്. ഒരാളെ പറഞ്ഞു. ഒരാളെ പറ. ഞാൻ പറയും, ആരും എടുക്കരുത്, സീരിയസ് എടുക്കരുത്. ആരൊക്കെ പറയാം? ശരിയാണ് ചേട്ടൻ. എല്ലാം വേസ്റ്റ് ആണ്. പക്ഷെ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ണാക്കാൻ നോക്കുന്നത് ചേട്ടൻ അതിനൊരു എഫേർട്ട്. എല്ലാരും ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവർക്കാം? അതിങ്ങനെ മാറി തിരിഞ്ഞ കാര്യം. എന്നാലും അല്ല, അത് നമുക്ക് 4 പേർക്കും 4 രീതിയിലുള്ള ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഇതാണ്. ഇപ്പം എന്നെ കുറച്ച് ആൾക്കാരാണെങ്കിൽ അലന് വേറൊരു ഇത്, വിനായകന് വേറൊരു ഇത്. അതുകൊണ്ടാണ് ഇൻഡിവിജ്വലി ആൾക്കാർക്ക് അത്ര അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ചിലപ്പോൾ ഒരു പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നെങ്കിലും പല രീതിയിൽ ഞാൻ പറയാം. ഇല്ല, 4 രീതിയിലും 4 രീതിയിൽ 4 ആൾക്കാർക്കുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഹാഷറിന്റെ അടുത്തേക്ക് വരുമ്പോ റാപ്പിഡ് ഫയർ മാറ്റിട്ട് ഇത് ഒറ്റ ഉത്തരം. സോറി, ഇത് 100 ഇങ്ങനെയല്ലേ 100 വേർഡ്സിൽ കവിയാതെ ഉത്തരം പറയുക. മലയാളത്തിന് അങ്ങനെ ഒരുപാട് മാർക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വായിച്ച് ചിരിച്ച ഒരു മെസ്സേജ് എന്തായിരിക്കും? ഞാൻ ഇടയ്ക്ക് നിങ്ങൾ വായിച്ചു തന്നില്ല. റാപ്പിഡ് ഫയർ ആണ്, പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പെട്ടെന്ന് ശരി മെസ്സേജ് അയച്ചാ
ആ ചില ആൾക്കാർ ചില കൊച്ചു പയ്യന്മാർ, അതായത് മറുപടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തുടക്ക സമയത്ത് കേട്ടെ ആദ്യമേ ചീത്ത വിളിക്കും. അങ്ങനെ ഞാൻ ഒരിക്കൽ തിരിച്ചെന്തോ അഡ്രസ്സ് ഇടാന്നെന്തോ പറഞ്ഞു. ബ്രോ ബിഗ് ഫാൻ. റിപ്ലൈ ഇട്ടാൻ വേണ്ടി തുടക്കത്തിലായോണ്ടോ നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായി അത് മറുപടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ എത്ര ഇയേഴ്സ് ആയിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ? നമ്മളൊരു 4 വർഷം 4.5 കൊറോണയ്ക്ക് ശേഷം. കൊറോണയ്ക്കും ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ. കൊറോണയ്ക്ക് തൊട്ട ശേഷം നമ്മള് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി കുറെ നാൾ കഴിഞ്ഞ ശേഷമാണ് തുടങ്ങിയത്. നമ്മളുടെ നമുക്കും അറിയത്തില്ല നമ്മളെ പറ്റി. 4 വർഷം ഫിക്സ്. ഓക്കെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങള് ബോയ്സ് ആയതുകൊണ്ടും കുറച്ചും കൂടി ഗേൾസ് ഫാൻസും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്രഷാണ്, ചേട്ടന്റെ ക്രഷാണ്, അല്ലെങ്കിൽ ചേട്ടന്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ഗേൾസ് മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? വരുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കാണാറില്ല. എന്താ പറയാ? ഇല്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ വരാറില്ല. വിനായകൻ റിയൽ ലൈഫിൽ ഒരു കലിപ്പനാണെന്ന് ചോദിക്കാറുണ്ടോ ആൾക്കാര്? ഇല്ല, അങ്ങനെ ചോദിക്കാം. ഇല്ല. ഒറ്റ നോട്ടത്തില് കണ്ടാലേ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഒരാൾ കലിപ്പന എന്ന് പറയുന്നത്. അതെ ആണോ? എല്ലാരും ക്യൂട്ട് വിനായകൻ എന്നാ പറയുന്നത്. നമുക്ക് ക്യൂട്ട് കലിപ്പനാക്കാം. ഹാഷിർ ചില സമയത്ത് ചില ഫോട്ടോസ് ഒക്കെ ഇടുമല്ലോ, ചില റൊമാൻറ്റിക് ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ എന്നാലും ഒരു ക്യൂട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പാട്ടൊക്കെ ഇട്ടിട്ട് പാട്ടിടും, പക്ഷെ ക്യാപ്ഷൻ ഇടൂല. ക്യാപ്ഷൻ നമ്മൾ എന്തെങ്കിലും ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ക്യൂട്ടായിട്ടുള്ള ക്യാപ്ഷൻ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, അതൊന്നും ഞാൻ ഇടില്ല. എന്നാലും അതിന്റെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. പിന്നെ അയ്യോ ചേട്ടാ ഇതെന്തെങ്കിലും ഈ പാട്ടൊക്കെ ഇട്ടേക്കുന്നേ, ഹാഷിർ ലവ് ആണോ എന്നൊക്കെ ചോദിച്ച കുറെ കമന്റ്സ് കാണാറുണ്ട്. ശരിക്കും ഹാഷിർ പ്രണയത്തിലാണോ? അല്ല എന്റെ ഒരു താല്പര്യമില്ല. അങ്ങനെ അല്ല, പ്രണയത്തിലാവാൻ താല്പര്യമില്ലാത്തോണ്ടാണ്, അല്ലെങ്കിൽ ഈ കരിയർ ഒന്ന് സീരിയസ് ആക്കി എടുത്തിട്ട് നോക്കാനാണോ? അല്ല, ഈ കരിയർ നമുക്കിപ്പോ പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് വന്നതല്ലേ അല്ലേ? മുന്നേ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് എൻഗേജ് ആയി പോകണ്ടായിരിക്കും. ചെറുതിലെ ഇങ്ങനെ ഓരോ പരിപാടിക്ക് ഇങ്ങനെ ഓടി ടൈമില്ലായിരുന്നു. അതായത് സ്കൂളിൽ ചെന്ന പഠിക്കണം, പ്രശ്നങ്ങള്, കാര്യങ്ങള്, പിന്നെ കോളേജ് കയറിയപ്പോ അതിന്റെ ഓട്ടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓടി പെട്ടെന്ന് ഇതിലും കൂടെ കയറിയപ്പോ പിന്നെ ഇതിന്റെ പുറകെയായി. അപ്പൊ അതിന്റെ ഇടയില് സമയം കിട്ടില്ല, ശ്രദ്ധിച്ചില്ല. എന്താ കോൺസെപ്റ്റ് എന്താ? അത് പറയാൻ ഒരു കാര്യം, എനിക്ക് ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതാ ഇപ്പൊ ഉള്ളതല്ല, ഇപ്പൊ ഇല്ല എനിക്ക്. അത് അങ്ങനെ കോൺസെപ്റ്റ് റെഡി ടു മിങ്കിൾ ആണോ? പെട്ടെന്ന് അങ്ങനെയില്ല. അല്ല, ഇപ്പൊ ഒരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ നല്ലതാണെങ്കിൽ നോക്കാം, അങ്ങനെ ഒരു ഇതുണ്ടോ? പിന്നെ അങ്ങനെ നല്ലതാണെങ്കിൽ നോക്കും. അത് പറയണം കേട്ടോ. അല്ല, അങ്ങനെയൊക്കെ പറയണം. ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോ റിയൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് ഈ പെറ്റ്സ് ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എപ്പം ഡൗൺലോഡ് ചെയ്ത്? അല്ല, ഇന്നലെ ഡൗൺലോഡ് വെട്ടി. നമ്മളെ വീട്ടിലുള്ള പട്ടിയ. ഇതിങ്ങനെ ഈ ഒരു, അതായത് കുറെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ റിയൽ ലൈഫ് ഇൻസിഡൻസിന് സംഭവിച്ചത് റീക്രിയേറ്റ് ചെയ്യുന്നതാണോ? ഏറെക്കുറെ. അതുകൊണ്ടാണ് കുറെ പേർക്ക് റിലേറ്റബിൾ ആവും നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ. റിലേറ്റബിൾ ആയിട്ടുള്ള എല്ലാം ചോദിച്ചു, മൊത്തത്തിലും ഈ വീഡിയോ അങ്ങനെ മൊത്തം നമ്മൾ ഇടുന്ന കണ്ടന്റ്സ് ബേസ് ചെയ്ത് പറഞ്ഞാൽ ഈ വീഡിയോ എങ്ങനെയാണെന്ന് പറയും. ഈ വീഡിയോട്ട് ബന്ധമുള്ള കാര്യമാണെങ്കിൽ ഇത് നമ്മളെ കൂടെ ഉള്ള ഒരു പട്ടി അല്ലേ? പൂപ്പി. സംഭവം പൂപ്പി എന്ന് പറയുന്ന പട്ടി വന്നു കയറിയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്നു കയറും, കുറച്ചാൾ കൂട്ടിടും, അതിന്റെ പരിപാടിയൊക്കെ. ഇതും പോയാളിയെ കുറിച്ച് പോയി നമ്മൾ തിരിച്ചു വന്നപ്പം പോയി. അത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. ആ റാഞ്ചിയാണ് നമ്മൾ ഇടയ്ക്ക് പോവും. പോയാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് വരും. പക്ഷെ പിന്നെ എപ്പോഴും പോയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്നപ്പോ പിന്നെ ഇതിനെ കാണുന്നില്ല.
എന്താണ് പറ്റിയെന്നൊരു അങ്ങനെ അതിനെ കൂടെ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തും. കാര്യം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതും ഇങ്ങനെ കൂടെ വന്ന് നിൽക്കും. അയ്യടാ. ഇങ്ങനെ നിൽക്കും. അങ്ങനെ പയ്യെ ചെയ്ത്. ഓക്കെ. നിങ്ങൾ എങ്ങനെയാ കമ്പനി ആയത്? അത് വെറൈറ്റിയാണ് പറഞ്ഞുതരാം. അതായത് 108ാമത്തെ ക്വസ്റ്റ്യൻ ഗൈസ് നിങ്ങൾ കണ്ടുകണ്ട് അറിയാം, എന്നാലും ഒന്ന് മനസ്സിലാക്കും. അജിൻ ഞാൻ 9ാം ക്ലാസ് തൊട്ട് +2 തൊട്ട് വിനായക് വന്ന് ഇവൻ നമ്മൾ +2 കഴിഞ്ഞ് വന്ന കൂട്ടുകാരൻ. അപ്പൊ ഇത്ര വർഷങ്ങളായിട്ട് നിങ്ങള് സ്കൂൾ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ ഫ്രണ്ട് സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറ. സ്കൂളിൽ പോയിട്ടുണ്ട്, പക്ഷേ എല്ലാ വേറെ സ്കൂളിലുള്ള. സ്കൂളിലുള്ള. അപ്പൊ നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് എങ്ങനെ ഈ ഒരു സൗഹൃദം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്? അതായത് അല്ല, അതായത് ഞങ്ങള് +2 ഉണ്ടായിരുന്നെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം കുറച്ചുകൂടെ ഒന്ന് കമ്പനി ആയതല്ലേ. അതെ അതെ. അല്ലല്ല, അത് അവന്റെ POV. അതല്ല ഇവര് അവനും പണ്ട് പോലെ സുഹൃത്തുക്കളായിരുന്നു, അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പിന്നെ വീഡിയോ ഒരുമിച്ച് ടിക്ടോക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നെ കോളേജ് ആയപ്പോ ഒന്ന് മാറി, പിന്നെ വിളിച്ച് അങ്ങനെ. ടിക്ടോക്ക് നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതല്ല കേട്ടോ. വെറുതെ അത് ആ സമയത്ത് എല്ലാരും ചെയ്യുന്ന പോലെ നോർമലി ഇപ്പൊ റീൽ ചെയ്യുന്ന വെച്ചാൽ എല്ലാരും ചെയ്യും അല്ലേ. കാര്യം നോർമലി എല്ലാരും ചെയ്തിടുന്നില്ല അതേപോലെ. പക്ഷെ ഇത് അത്രയും പവർഫുൾ ആയിട്ട് അതിലങ്ങനെ നമ്മൾ നിന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റീൽ ചെയ്ത് കുറച്ച് ഇത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നല്ലപോലെ ഇട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു ടിക്ടോക്ക് പോയത് എന്തുകൊണ്ട് നന്നായില്ലേ? അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അയ്യോ ഇല്ല. ഇല്ലേ? അതുകൊണ്ടല്ലേ റീൽസ് വന്നത്? അങ്ങനെയല്ലേ കുറച്ചും കൂടി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ തുടങ്ങിയത്? അത് വേറൊരു അപ്ഡേറ്റ് എങ്ങനെയാലും വേറെ തിരിഞ്ഞു വരും. പറയാൻ പറ്റത്തില്ല. കാര്യം ഇപ്പൊ ചാറ്റ് ഓപ്ഷൻ എല്ലാത്തിലും ഇല്ലായിരുന്നല്ലോ പണ്ട്. പിന്നെ ചാറ്റ് ഗൂഗിൾ പേയിൽ വരെ ആയില്ലേ. അപ്പൊ മാറി തിരിഞ്ഞൊക്കെ വരും. അത് ഈ ഹാഷർ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുക? ഇത് സീരിയസ് ആയിട്ട് പറയുന്നതല്ല, ഇത് കാര്യം പറഞ്ഞേ. ഓക്കെ. നിങ്ങൾ എങ്ങനെ ഈ ഒത്തൊരുമയോടുകൂടി വീഡിയോ ചെയ്യുന്നത്? അതായത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും ക്ലാഷസോ സംസാരങ്ങളൊക്കെ വരാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരാ? നമ്മളെല്ലാരും എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ചില കാര്യങ്ങൾ ഞാനാണ് തെറ്റ് ചെയ്തെന്ന് വെച്ചോ, ഇപ്പൊ ഉമ്മാര് കാര്യം പറയും. ഇപ്പം അജിനാണ് ചെയ്തെങ്കിൽ നമ്മൾ സംസാരിക്കും. അതാണ് സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അതാണ് ആരെയും പറയാൻ പറ്റും ഇന്ന ക്യാരക്ടറിൽ ആരും അങ്ങനെ പോണില്ല. ചിലപ്പോൾ ചില സമയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ നമ്മൾ കാര്യം പറയും, പക്ഷെ അത് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ കാര്യങ്ങൾ നമ്മളങ്ങനെ പുറത്തോട്ട് പറയാറില്ല ആ രീതിയിൽ. ഇപ്പൊ ഈ വാഴ 2 ഒരു ബ്രോസിന്റെ ഒരു ബയോപിക് ആണല്ലോ. പക്ഷെ എന്നാൽ ആണ്. അപ്പൊ എന്നാലും ഈ നിങ്ങളെ ആമ്പിള്ളേരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാ? പ്രശ്നം വെച്ചാൽ അതായത് നോർമൽ ബോയ്സ് പൈസയുടെ കാര്യമാണ്. അവർക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയും പൈസയുടെ ആവശ്യമാണ് ഏറ്റവും കൂടുതൽ വിഷമമുള്ളത്. പൈസ ഒരുവിധം ഉണ്ടെങ്കിൽ അവർക്ക് ഒരുവിധം കാര്യങ്ങൾ അല്ലേ. പിന്നെ വേറെ എന്തുണ്ട് പ്രശ്നം? അതേ ഉള്ളൂ, പൈസയുടെ വിഷയമാണ്. പൈസയുടെ ഒരു വിഷയം തീരുകയാണെങ്കിൽ ആ പ്രായത്തിൽ ഒരു വിഷയം. പിന്നെ ജോലിയുടെ അതും പൈസയോട് കണക്ട് ചെയ്യും. ജോലി ഒരു പ്രായം ജോലിക്ക് വേണ്ടിയിട്ടാണ് അതാണ്. അപ്പൊ പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ജോലി വഴിയല്ലേ വരുള്ളൂ. അല്ല, ആദ്യം കുറെ നാൾ നമ്മൾ ഇങ്ങനെ പോകും ഒരു തട്ടിമുട്ടി, പിന്നീട് അങ്ങോട്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ആയിരിക്കും. അതെ അതെ, പൈസയാണ് ഏറ്റവും സീരിയസ് ആയി നമ്മള്. ഇവരുടെ വീഡിയോസ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നോ? വാഴയില് വരുന്നതിന് മുന്നേ? കുറച്ച് ദിവസം മുമ്പ് കണ്ടതാ. എന്നിട്ട് ശരിക്കും കിട്ടിയ സമയത്ത് ഞാൻ ഒന്നും കൂടി ഇവരെ പറ്റി അറിഞ്ഞത്. എന്നിട്ട് എന്തൊക്കെ മനസ്സിലായി? കുട്ടിക്കാനുള്ള സമയമില്ല, പഠിത്തമൊക്കെ ആയിട്ട് പോണ കുട്ടിയാ. കുറച്ചും കൂടി അറിഞ്ഞതിന് ശേഷം എന്തൊക്കെ മനസ്സിലാക്കി? അച്ഛൻ ഫോൺ കൊടുക്കാറില്ല. കൊച്ചിനോട് എന്തെങ്കിലും ചോദിക്കാൻ എന്താ ചോദിച്ചാ മനസ്സിലായില്ല. അതായത് ഇവരെ കുറിച്ച് കുറച്ചും കൂടി അറിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തൊക്കെ മനസ്സിലായി ഇവരെ കുറിച്ച്? അങ്ങനത്തെ ചോദിച്ചാൽ ഇവര് 4 ആൾക്കാരുണ്ട്. ഇവരെ പേര് പിന്നെ ഞാൻ സെറ്റിൽ വന്നപ്പോൾ ശരിക്കും സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ സംസാരിച്ചപ്പോ ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം കമ്പനി ആയത് ആരോടാ? അലഞ്ചേട്ടനായിരിക്കും. ബിക്കോസ് അലഞ്ചേട്ടൻ ഞാൻ സിബ്ലിങ്സ് ആയിട്ടല്ലേ. അപ്പൊ കുറച്ചും കൂടി ഫസ്റ്റ് സംസാരിച്ച് തുടങ്ങിയത് ഞങ്ങൾ കമ്പനി ഇട്ടിട്ടാ. അലന്റെ സിസ്റ്റർ ആയിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. എങ്ങനെ പറഞ്ഞു? ഓൾറെഡി അവർ പറഞ്ഞു. എങ്ങനെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ആ ഒരു കോൾ എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും ഓഡീഷൻ ചെയ്തതാ. ഞാൻ എൻ്റെ അച്ഛൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ അയച്ചു കൊടുത്തു. അപ്പം ഞാൻ രാവിലെ പോയിട്ട് ഓഡീഷൻ ചെയ്തു. അവർക്ക് ഇഷ്ടമായി. പിന്നെ 2 days വർക്ക്ഷോപ്പ് ചെയ്തു. ഇങ്ങനെ കിട്ടിയത്.
അങ്ങനെയൊക്കെ. ഓക്കെ. നിങ്ങളൊക്കെ ഫസ്റ്റിലേക്ക് വന്നത് ഓഡിഷൻ വഴിയാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താണോ? അതൊരു ബാക്ക് സ്റ്റോറി നമ്മളെങ്ങനെയാ അല്ല അത് നമ്മള് വിപിൻ ചേട്ടനെ കണ്ടു, ആളോട്ട് സംസാരിച്ചു. ഇപ്പൊ ഹാഷർ എന്ന് പറഞ്ഞതേ അവനെ ആദ്യം ചേട്ടനെ കണ്ടിട്ട് സംസാരിച്ചു, നമ്മള് മീറ്റ് ചെയ്തു, സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഇടയിൽ ഇങ്ങനൊരു വർക്കുണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് വെച്ച് അങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തി. പിന്നെ അതിലൂടെ സെക്കൻഡിലേക്ക് എത്തി. ഓക്കെ. ഈ ഇപ്പൊ കുറെ പേര് റീൽസ് കോണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ ഒരു ആഗ്രഹം തന്നെ സിനിമയായിരിക്കും. അപ്പൊ ഈ ഒരു ഇതില് കോമ്പറ്റീഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? നമ്മളങ്ങനെ കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇല്ല, നമ്മളെ ആരും നോക്കി വീഡിയോ ചെയ്ത് പോകും, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കോടികൾ പരിപാടി എത്തി. കൊറേ ഇപ്പം നമ്മൾ ആദ്യ സമയത്ത് എന്താന്ന് വെച്ചാലേ കുറച്ച് ടീംസ് ആണ് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. ഇപ്പൊ കുറേ ടീംസ് വരുന്നുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ കോണ്ടന്റ് ക്രിയേഷൻ ഡെയിലി, അവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ലക്ഷ്യം തന്നെ സിനിമയായിരിക്കും. അപ്പോൾ ഡെയിലി പുതിയ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കോമ്പറ്റീഷൻ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എങ്ങനെയാണെന്നറിയാവോ? അപ്പൊ നമ്മള് വന്നത് എങ്ങനെയാ നമുക്കറിയാം. നമ്മളെ സൈഡിൽ കൂടെ പോകണം. ഇനിയും ആൾക്കാർ വരട്ടെ, ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ, കൂടുതലട്ടെ, അത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മളെ വീഡിയോ ചെയ്യുന്നു, ആൾക്കാർക്ക് ഇടുന്നു. ചിലപ്പോൾ നാളെ നമ്മളെക്കാൾ നല്ലൊരു ചെയ്യുന്ന വരാം, എന്ത് വേണേ സംഭവിക്കാം. പക്ഷെ നമ്മളിപ്പോ നമ്മളെ കാര്യം ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല വീഡിയോ ഉണ്ടോ നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. നമ്മൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചിരിക്കുന്ന വ്യക്തികളാണ് കൂടുതലും. അതെ, ഒരുവിധമുള്ള എല്ലാവരെയും, അതായത് പുതിയതായിട്ട് ചെയ്ത് വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ട് നമ്മളിങ്ങനെ ഒരു പറഞ്ഞിരിക്കും. അവരുടെ കഴിവ് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, മാക്സിമം യൂസ് ചെയ്യാന്നുള്ളത്. അതിനെ ഒരിക്കലും വേറെ രീതിയിലൊന്നും നോ കോമ്പറ്റീഷൻ. ഓക്കെ. ഇവരുടെ വീഡിയോസ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വീഡിയോ ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയലോഗോ? കാരണം ഇവരുടെ കുറെ ഡയലോഗൊക്കെ മറ്റേ ഇതില്ലേ, മറ്റേ വിനായക് ചേട്ടൻ ഫാസ്റ്റിംഗ് എടുത്തതിൽ എന്തോ മറ്റേ ഒരു പാട്ട് പാടിയില്ലേ, അതേത് പാട്ട്, എന്തോ മറ്റേ റീൽസിനിടയിൽ ഒരു ട്രെൻഡായ പാട്ടാ അത്. നമ്മൾ നോമ്പ് സമയത്ത് കഴിഞ്ഞാണ് ചെയ്തത്. അങ്ങനെ ആ പാട്ടും ഇങ്ങനെ ലിറിക്സും അതൊക്കെ ആരാ സെറ്റ്? അത് വേറൊരു വീഡിയോയിലെ പാട്ടാണ്. വീഡിയോക്ക് വേണ്ടിട്ട് എങ്ങനെ വരുന്നു എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. നീ രക്ഷിച്ചാണ്, അതല്ല പറഞ്ഞത്. അത് പാടും, പക്ഷെ അത് എങ്ങനെ റീലിലോട്ട് വരുന്നു അത് ഒരു അവന്റെ ഐഡിയ. അവന്റെ വീഡിയോക്ക് വേണ്ടി അവൻ അത് എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ള അവന്റെ ഐഡിയ. എല്ലാവരുടെയും ഒരു ട്രാൻസ്ലേറ്റർ അലനാണല്ലോ. അല്ല, അങ്ങനെയൊന്നല്ല, ക്ലിയർ ആക്കി പറഞ്ഞു. അതിപ്പോ ഇങ്ങനത്തെ ഒരു അതാണോ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ പറയുന്നതേ ഉള്ളൂ. ചിലപ്പോ വേറൊരു സാഹചര്യത്തിൽ ചിലപ്പോ ഞാനായിരിക്കും പറയുന്നത്, ചിലപ്പോ ഇവനായിരിക്കും. എന്നാലും കുറച്ചും കൂടി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതാണ് ഈ സമയത്ത് ഇപ്പൊ അവനുണ്ട്. ആ കാര്യം പെട്ടെന്ന് നമുക്ക് കിട്ടാതെ അവന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ അവന് കിട്ടൂല, അതെനിക്കായിരിക്കും. ചില സമയത്ത് നമ്മൾ നാലുപേർക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നെ വേറെ അല്ല ചെയ്യും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു ചോദ്യം ചോദിച്ചാൽ അത് ചോദ്യത്തിലോട്ട് വന്ന പാട്ടാ. അതായത് നോർമലി നമ്മളൊരു കാര്യം വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നേ, പ്ലാൻഡ് അല്ല. അത് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് ആ രീതിയിലായി പോകണം. അതിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതല്ല. ഞാൻ വിനായകന് വേണ്ടിട്ട് ഇതിലേക്ക് ഒരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്താൽ മതി. പറഞ്ഞോടാ, കറക്റ്റ് എങ്ങനെ പറഞ്ഞു. മെമ്മറി നമ്മൾ മറ്റേ വീഡിയോ ചെയ്യുന്ന ഞങ്ങള് എനിക്കൊന്ന് ആദ്യം ഞങ്ങള് ഒറ്റ പാർട്ടായിട്ട് ഇറക്കാൻ നിന്ന വീഡിയോ. അപ്പൊ പിന്നെ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഒരു തമാശ ഫീൽ ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ട് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇതാണ്. ഇതിന് മുന്നേ ഒരു പാർട്ടുണ്ട്. അപ്പൊ അതില് ആദ്യമേ ഒരു തമാശ വന്ന് അതിന് ശേഷമാണ് പിന്നെ ഇത് വന്നത്. ഇതിപ്പോ ഒരു പെർഫോമൻസ് കൊണ്ട് വീഡിയോ അപ്പൊ അതിൽ തന്നെ ഈ ക്യാരക്ടർ വന്നു രീതിയിലായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഡയലോഗ്
അതൊരു പടത്തിലെ ഡയലോഗ് അത് മറ്റേ പുതിയ മുഖത്തില് സുധിയെ എന്ന് വിളിക്കൂലേ, സുധിയെ ആസാനം ഞങ്ങൾ റീക്രിയേറ്റ് അത് ചുമ്മാ ഞങ്ങൾ പക്ഷെ ആ പടത്തിനേക്കാൾ വൈറലായില്ലേ? ഇല്ലില്ല അങ്ങനെയൊന്നും ആയിട്ടില്ല. ആയി. ഈ പടത്തിനേക്കാളല്ല, ആ പടത്തിൽ അത് വൈറലായതുകൊണ്ടല്ലേ നമ്മൾ പക്ഷെ അതിൽ കൂടുതൽ വൈറലായി നിങ്ങളുടെ videos. ഇല്ല അങ്ങനെ തോന്നിയില്ല. ഇത്രയും വർഷം അത് വീണ്ടും കൊണ്ടുവന്നോണ്ട് അങ്ങനെ തോന്നുന്നു. ഞാൻ correct അല്ലേ മച്ചാ? അതായത് എങ്ങനെയാണെന്നറിയോ മെയിൻ കാര്യം, അതായത് സിനിമയിലൂടെ എല്ലാ ഓഡിയൻസിലേക്കും എത്തി. ഓക്കെ, നമ്മളെത്തിയത് കുറച്ച് ഓഡിയൻസിലേക്കാണ്, ഇന്ന കാറ്റഗറിയിലുള്ള, മറ്റേത് എല്ലാവരിലേക്ക് എത്തി. അതിൽ നിന്നാണ് നമുക്ക് വന്നത്. അത് എത്ര വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമില്ലേ. അത് വീണ്ടും എടുത്ത് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് അത് നമ്മൾ ഈ ഡിജിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ട്രെൻഡാണ് നമുക്ക് തോന്നുന്നത്. കൂടുതൽ ആൾക്കാരിലേക്ക് മറ്റേതാണ് പോയത്. മച്ചാ പാസ്സാക്ക്. ഇപ്പൊ ഹാഷിറിന്റെ വ്ലോഗ്സ് കാണുമ്പോ ഏറ്റവും കൂടുതൽ ഉമ്മുമ്മക്കും ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം? നോർമലി എല്ലാ വീട്ടിലും തോന്നുന്ന രീതിയിലുള്ള ഒരു സന്തോഷമായിരുന്നു എൻ്റെ വീട്ടിൽ. അതായത് ഹാപ്പി ആയിരുന്നു അവരെല്ലാവരും. ഇങ്ങനെ സിനിമയിൽ വരുന്നു ഇതറിയുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ആദ്യമേ നമ്മൾ അതൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? സിനിമയിൽ വരുന്നോ? കാര്യം നമുക്ക് എന്തെന്ന് കാര്യം അറിഞ്ഞിട്ട് അവർക്ക് പ്രോപ്പർ എനിക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് പരിപാടി. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പടത്തിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിനടുത്ത് സംസാരിച്ചു. പിന്നെ ഉമ്മ അടുത്ത് പറഞ്ഞു, ഉമ്മാക്ക് മനസ്സിലാക്കി തോന്നുന്നു. എന്താ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി? സിനിമയിൽ അഭിനയിക്കുന്നത് ഉമ്മ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് ഒരു പടം ചെയ്തു, സൈഡിലൊക്കെ നിൽപ്പുണ്ട്, തിയേറ്ററിലേക്ക് കാണാം, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒക്കെ ഉമ്മ സന്തോഷം. പക്ഷെ ഉമ്മ അങ്ങനെ അത്ര എക്സ്പ്രഷൻസ് റിയാക്ഷൻസ് ഇല്ല. ഉമ്മ കൂടുതൽ കെയറിങ്ങേ ഉള്ളൂ. നമ്മളാരെയും അങ്ങോട്ട് ചോദിക്കത്തേ ഉള്ളൂ. നമ്മളെന്തേലും ഒരു അച്ചീവ് ചെയ്താൽ സന്തോഷമാണ്. പറഞ്ഞാലും ചിലപ്പോ കൂടുതൽ ഉമ്മ ചോദിക്കുന്നത് നീ കഴിച്ചാണോ. അവഞ്ചേഴ്സിൽ ഒരു പയ്യ ഉണ്ടല്ലോ ചെറിയ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന, നീ അത് കണക്ക് കഴിച്ചോ അത് മാത്രമായിട്ട് അവര് സിനിമ കണ്ടോ? ഈ ഇല്ല, തിയേറ്ററിൽ അല്ല ഫോണിലൊക്കെ ജസ്റ്റ് ഒറ്റ ഇതിൽ കാണാൻ പറ്റില്ല. പിന്നെ ഇവൻ എന്ത് അച്ചീവ്മെന്റ് കിട്ടിയാലും അപ്പോഴേ പോയി പറയും, ഉമ്മ ഇങ്ങനെ ഉണ്ട്, ഞാൻ ഇങ്ങനെ കാര്യത്തിന് പോകണം. പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ കാര്യം എന്നറിയോ, മെയിൻ കാര്യം എന്നറിയോ, അതായത് വീഡിയോയിലൂടെ മാത്രമേ നിങ്ങൾ നമ്മളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മള് നോർമലി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ആ രീതി തോന്നുന്നേ. അതെ, ചിലപ്പോൾ നമ്മൾ കളിയാക്കുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കൂല. ചിലപ്പോൾ നമ്മൾ കളിയാക്കിയായിരിക്കും, നമ്മളെല്ലാം ഒതുക്കി സെറ്റ് ആക്കും. അത് നല്ലതാണ് അല്ലേ? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ പൊതുവെ ഇങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ തോറ്റു. ഇങ്ങനെ പിള്ളേരെ പിടിച്ചിരുത്തി ചോദ്യം ചോദിക്കുവോ? കസരെ പിടിച്ചിരുത്തി ചോദിക്കും. അങ്ങനല്ല, അത് എത്രയെന്ന് പറഞ്ഞാലും അങ്ങനെ അല്ലേ? ഇനി എത്രയെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നില്ല. അപ്പൊ നമുക്ക് ആ രീതിയിലുള്ള ബിഹേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു. കൂട്ടുകാർക്കിടയിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ അല്ലേ? ശ്വാസം കൂടാ റാപ്പ് കറക്റ്റ് അല്ലേ? ഈ അലനെന്താ അലൻ കമ്മിറ്റഡ് ആണോ? കൊറേ പേര് ചോദിക്കാറില്ല. കാന്ന് പറഞ്ഞപ്പോ അല്ലെന്ന് പറഞ്ഞു. അത് പക്ഷേ കായലോട്ടൊന്നും അല്ലല്ലേ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താ റിപ്ലൈ കൊടുക്കുക? ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ അറിയോ, ഹാഷിറാണ് ശരിക്കും ഇൻട്രോവേർട്ട്. ഞാൻ ഇവരോട് പറയായിരുന്നു ഇനി ഹാഷിർ വരുമ്പോൾ സംസാരിക്കും. പൊതുവേ മീഡിയാസിൽ ഹാഷിർ വരുന്ന, അതായത് പബ്ലിക് മീഡിയാസിൽ ഹാഷിർ വരുന്ന സമയത്ത് അങ്ങനെ അധികം മിണ്ടുന്നത് കാണാറില്ല, അതിന് ശരിയായിട്ട് ഓടിപ്പോകുന്ന കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അതുകൊണ്ട് എല്ലാരും പറയാം ഹാഷിർ ഭയങ്കര ഇൻട്രോവേർട്ടാന്ന്. പക്ഷെ ഞാൻ അത് തിരിച്ചെടുക്കുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇൻട്രോവേർട്ട് അജനാന്ന് തോന്നുന്നു. അതും സാഹചര്യം നമ്മള് കാറിൽ പോകുമ്പം എവിടെയെങ്കിലും ട്രിപ്പിന് നമുക്ക് ജസ്റ്റ് അടുത്തൊക്കെ പോവാം. അപ്പൊ അറിയാൻ ഈ പറയൂ, എവിടെ ആദ്യമായിട്ട് നിങ്ങൾ ഒന്നിച്ച് എവിടെയാ ട്രിപ്പ് പോയത്? അതിന് ഉത്തരം വേണ്ടേ? അപ്പൊ
ആളത് പറഞ്ഞ ആളെ വഴിക്ക് അടുത്ത ചോദ്യം വന്ന് അല്ല എന്നോട് ചോദിച്ചു. നമ്മളിവിടെ തെങ്കാശി പറഞ്ഞു തെങ്കാശി പറഞ്ഞോ? മൂന്നാറിൽ അവിടെ ഒരുപാട് നമ്മള് യാത്ര ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മള് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പം അത് കറക്റ്റ് അറിയാൻ വയ്യ. ഈ യാത്ര എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഈ കേരളത്തിന്റെ അകത്ത് അങ്ങനെയാണ് കേട്ടോ, അല്ലാതെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നുമല്ല. ചെറിയ ചെറിയ യാത്ര. നാട് ഇഷ്ടമാണ്, അത് മാത്രം ഫ്ലൈറ്റ് കയറാറുണ്ട്. നാടിന്റെ പച്ചപ്പും ഹരിതാപവും. എന്താ ഹരിതാപം? അല്ല, അവസരം കിട്ടിയാ പോകും കേട്ടാ. നമ്മള് നോക്കി റൈറ്റ് മൊമെന്റിന് വേണ്ടി നോക്കിയിരിക്കുക. നമ്മള് കൂടുതൽ കാറിലാണ് യാത്ര ചെയ്യുന്നത്. കാറിൽ പോകാൻ പറ്റിയ സാധ്യത പോകും. അങ്ങനെയാണ്. ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ ഷൂട്ടിംഗ് പരിപാടീസ് എന്തൊക്കെയാ? ഒരു ഷൂട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാ പറ. മനസ്സിലായില്ല. എന്ന് വെച്ചാലേ ഒരു ദിവസം ഇപ്പൊ വിചാരിക്ക ഈ വരുന്ന സൺഡേ ഷൂട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പൊ ആ സൺഡേ എത്തി എങ്ങനെയായിരിക്കും നിങ്ങളുടെ എത്തി ഷൂട്ട് എടുത്ത് ആ ഒരു ഡേ ഉണ്ടാവില്ലേ, അതെങ്ങനെയാ? ഒരു നമ്മള് സാധാരണ അത് സമയവും സാഹചര്യം അനുസരിച്ചാണ്. കൂടുതലും ഞങ്ങള് ആഷറിന്റെ വീട്ടിലായിരിക്കും. ഇതാണ് നമ്മൾ കൂടുതൽ ആഷറിന്റെ വീട്ടിലായിരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ രാവിലെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നോണ്ടിരിക്കും. വന്ന് ഞങ്ങൾ ആദ്യം ഒന്ന് സംസാരിക്കും, കുറച്ച് നോർമലായിട്ട് വീഡിയോയെ കുറിച്ചല്ല, അല്ലാതെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പതുക്കെ വീഡിയോ എടുത്തിലോട്ട് പോയിപ്പോ ചിലപ്പോ ഒരു ദിവസം 3 വീഡിയോ എടുക്കും, ചിലപ്പോ 4 വീഡിയോ എടുക്കും. ചില ദിവസങ്ങൾ ഒന്നും എടുക്കില്ല. അതെ, ഒന്നും എടുക്കില്ല. ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ പോകും. എടുക്കണമെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അതൊക്കെ തന്നെ. അതെന്തുകൊണ്ടാണ് പോണേന്ന് വെച്ചാൽ അന്നൊന്നും ചെയ്യേണ്ടതെന്നല്ല, ചിലപ്പം നോർമലി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ലെവലായി ഒന്ന് സംസാരിച്ചല്ലേ, തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ തമാശ പറയാ? എങ്ങനെ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട്? അല്ല ഇത് സീരിയസ് അല്ല. കുറച്ച് റെഡിയാവും. അത് ആദ്യമായിട്ട് കാണുന്നോണ്ടാ അല്ലേ? ആദ്യമായിട്ട് കാണുന്നു. ശരിയല്ല, ഞങ്ങൾക്ക് 4 പേർക്കിടയിൽ നമ്മൾ നല്ല രീതിക്ക് സംസാരിക്കുന്നതല്ലേ. അതെ, നമ്മൾ സംസാരിക്കുന്ന ലോക കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ലോക കാര്യങ്ങളോ എന്തിനെ കുറിച്ച് സംസാരിക്കുക? അത് നമ്മുടെ ഇടയിൽ മാത്രം സംസാരിക്കാൻ സംസാരിച്ച് ശരിയല്ലേ? ഇതിപ്പോ നമുക്ക് പടത്തിന് വേണ്ടി പറയുമല്ലേ, അതൊക്കെ നമുക്ക് വേറൊരു വിഷയത്തിൽ വേറൊരു സംസാരിക്കും. നീ സംസാരിച്ചോ? ഞാൻ ആധികാരികമായിട്ട് പിന്നെ സംസാരിക്കുന്നു. ഒറ്റയ്ക്ക് വിളിച്ചാൽ വരും. ആ ഒരു ഷൂട്ടിംഗ് നമ്മൾ അത്ര വലിയ കമ്പനി അല്ലായിരുന്നു ആ സമയത്ത്, തുടക്കമല്ലായിരുന്നു. അതുകൊണ്ട് കണ്ട ഒരു ഹായ് ബൈ അങ്ങനെയായിരുന്നു തുടക്കം. അതിനുശേഷം പിന്നെ നല്ല കമ്പനി അറിയാൻ ആ ഒരു നല്ല ബന്ധമുണ്ട്. എത്ര ടേക്ക് ഒക്കെ പോയായിരുന്നു? അത് എണ്ണീട്ടില്ല. അത് എങ്ങനെ ചിലപ്പം ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് വളയം പറഞ്ഞു, സോറി. നീ ബ്ലോക്ക് അടിച്ചോ? അതായത് എടാ നീ അവിടെ നോക്കി പ്ലീസ് പറഞ്ഞ അടുത്ത ചോദ്യം ഇല്ലേ വരും? അല്ല അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. നമ്മുടെ സാഹചര്യം ടേക്ക് അങ്ങനെയില്ല, അത് ഓർമ്മയില്ല അതെങ്ങനെയാണെന്ന്. അത്ര കൂടുതലൊന്നും പോയില്ല. അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മാറും, ചിലപ്പോൾ കൂടുതൽ പോകും. അത് ആ ഡയലോഗും സിറ്റുവേഷൻ നമ്മളെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ അനുസരിച്ചൊക്കെ ഇരിക്കും. നിങ്ങൾ മാത്രം ഒന്നിച്ച് ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വേറെ കുറെ പുതിയ ആൾക്കാരുടെ ഇടയിലേക്ക് ഷൂട്ടിന് വരുമ്പോ ആ ഒരു ഇതുണ്ടായിരുന്നോ? ഒരു ഇല്ലില്ല, ഒരിക്കലും. നമ്മൾ ഈ അഭിനയിക്കാൻ വരുന്നതിന്റെ അവിടെ നമ്മൾ വന്ന് കൂടുതൽ അങ്ങനെ പ്രൊഫഷണൽ അല്ല. ഞാൻ കാര്യം പറയട്ടെ, അത് അഭിനയിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോ ഇവിടെ നോർമൽ കാര്യം പറയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അല്ല നമ്മളെ സോൾ നമ്മൾ വേറെ ആയിരിക്കും സംസാരിക്കുന്ന. ഇപ്പം നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് അറിയാനുള്ള ആ കാര്യങ്ങളാണ് ജസ്റ്റ് സംസാരിക്കുന്നത്. പിന്നെ സിനിമയെ പറ്റി അതെ. പിന്നെ ഇപ്പൊ ചോദിച്ചെന്ന് വെച്ചാൽ ഷൈ എന്ന് പറഞ്ഞപ്പോൾ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റുമായിരിക്കും, അല്ലാതെ അവിടെ നാണിച്ചോ നമ്മൾ നിൽക്കാറില്ല. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. എനിക്ക് നിങ്ങൾ പറയുന്ന ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റീലിൽ പറയുന്ന ചില ഡയലോഗ്സ് ആയിരിക്കും ഭയങ്കരമായിട്ട് കയറി വരാറുണ്ട്. ഇപ്പോൾ അതായത് വൈറലായി പോകാറുണ്ട്. പല ആൾക്കാർ ഷെയർ ചെയ്ത് പല പല പേജസിൽ ഫീൽ ഗുഡ് ടൈപ്പ് ഓഫ് സാധനങ്ങളായിട്ട് കയറി പോകാറുണ്ട്. അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി വരുന്ന നിങ്ങളുടേതായ കുറച്ച് സാധനങ്ങളുണ്ട്. അതിലൊരു വീഡിയോ ഞാൻ കാണിച്ചു. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. ഈ പറഞ്ഞ സത്യം, ക്രിമിനൽ മൈൻഡാ. ഒരു ഉത്സവങ്ങളിൽ പോകാൻ വയ്യ, മുക്കിന് ഇടി. അതും ഈ കൊച്ചു കേരളത്തിൽ. വെറുതെ നടന്നു പോയപ്പോഴേ ഒരുത്തെ ഇങ്ങനെ നോക്കി, ഞാനും നോക്കി, ഞാൻ ഓടി വരുന്നു ഇങ്ങനെ പിച്ചാത്തിലേക്ക്. ഇവനെന്തരാ
എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? എനിക്ക് പേടിയാവുന്നറിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവും. എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അതിൽ എനിക്ക് തോന്നുന്നു എങ്ങോട്ടായി നാടിന്റെ പോക്കളിയാന്നുള്ളൊരു സാധനം. ഇപ്പോൾ നമ്മൾ പണ്ട് സിനിമ ഡയലോഗ്സ് ആയിരിക്കും കുറച്ചും കൂടി റിയൽ ലൈഫിൽ. ഇപ്പോൾ സലീം കൈഡ, ഇന്നസെന്റ് അങ്ങനെ പല ഡയലോഗ് പറയും. പക്ഷെ ഇപ്പൊ നിങ്ങളെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഡയലോഗ്സ് ആണ് ഏറ്റവും കൂടുതൽ റിയൽ ലൈഫിൽ. കാര്യം പണ്ട് ആൾക്കാർക്ക് കൂടുതൽ എത്തിപ്പെടാനുള്ള സിനിമയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരുപാട് എന്റർടൈൻമെന്റ് കാര്യങ്ങളുണ്ട്. ഇപ്പം യൂട്യൂബിലെ ഡയലോഗ്, സോഷ്യൽ മീഡിയ കൂടുതലും ആൾക്കാരിലേക്ക് വന്നപ്പം അത് കാണാൻ തുടങ്ങിയപ്പോൾ അതിനെപ്പറ്റി പറയുന്നു. ചിലപ്പോൾ ഇതിന് ശേഷം വേറെ ഒന്നും വരുന്നെങ്കിൽ ആൾക്കാർ പിന്നെ അതിലേക്ക് പോകും. ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ പറ്റിയൊരു മേഖല ഒരുപാട് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഓരോ ഡയലോഗ്. പിന്നെ ന്യൂസിലെ ചില ഡയലോഗുകൾ, പണ്ട് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ന്യൂസ് ഉണ്ട്, പിന്നെ റീലുകളുണ്ട്, യൂട്യൂബ് ഉണ്ട്, അങ്ങനെ അങ്ങനെ ഓരോന്ന് മാറുന്നുണ്ട്. അതിൻ്റെ ഡയലോഗ് ഇങ്ങനെ വരും. അതിൻ്റെ ഒരു പാർട്ടാണിത്. അതൊരു പാട്ടാണ്. ഓക്കെ. ഇപ്പൊ എന്താ ഫീൽ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഇതേപോലെ കോണ്ടന്റിന് വേണ്ടി നമ്മളിങ്ങനെ റീൽ ചെയ്ത് ഇടും, അതിന് നല്ല റീച്ചും കിട്ടാറുണ്ട്. പക്ഷെ അത് ഈ ഡയലോഗ്സ് ഇങ്ങനെ ഫീൽ ഗുഡ് ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് ശീലമായിട്ടുണ്ടാവും. പക്ഷെ ആദ്യ സമയങ്ങളിൽ അത് വരുമ്പോൾ എന്താ തോന്നുന്നത്? അതാണ് ക്ലിയർ ആയുള്ളത്. അതായത് നമുക്ക് എങ്ങനെയാണ് ആദ്യം തോന്നുന്നത് അത് തന്നെയാണ് ഇപ്പോഴും. മനസ്സിലായില്ലേ? അതായത് നമ്മളെ പറ്റി ഒരാൾ സംസാരിക്കുന്നത്, നമ്മളെ വീഡിയോ വീണ്ടും അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അത് തുടക്കത്തിൽ മാത്രമല്ല സന്തോഷം. നമുക്ക് ഇപ്പോഴും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിപ്പോഴും അത് സംസാരിക്കാറുണ്ട്. നമ്മൾ ഇപ്പോഴും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ കൂടി നമ്മൾ പറയും നമ്മളിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ചിന്തിക്കും. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. എന്താ ഇഷ്ടപ്പെട്ട ഇപ്പോ നമ്മളിപ്പോ ഈ അടുത്ത്, അതായത് കുറച്ച് മുന്നേ വരെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡിങ് ആയിരുന്നു ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ ടിക്ടോക്ക് വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കുന്നത്. അങ്ങനെ കുത്തിപ്പൊക്കുന്ന സമയത്ത് കുറെ പേർക്ക് അതൊരു ക്രിഞ്ചടിക്കും. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു അത്? അല്ല, അത് നമ്മൾ ചെയ്ത കാര്യമില്ലേ. നമ്മൾ ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്താ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ സമയത്ത് ചെയ്തേ. അത് അങ്ങനെ കറങ്ങി വരുന്നതിന് കുഴപ്പമില്ല. കാര്യം നമ്മളെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളല്ലേ. അതെ അതെ അതെ. ഇപ്പൊ അത് ചെയ്യാത്തെന്ന് വെച്ചാൽ അതിന്റെ ഒരു ടൈം കഴിഞ്ഞു. ആ ടൈമിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഓരോന്നിങ്ങനെ മാറിക്കൊണ്ടുവരും. ഓക്കെ. ഇപ്പോ സിനിമകളിൽ വളരെ തിരക്കേറിയ നടന്മാരായി കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാ കോണ്ടന്റ് ഇടുന്ന പരിപാടി എങ്ങനെയായിരിക്കും? അത് നിർത്തുവോ? അല്ലെങ്കിൽ നമ്മൾ 4 പേരും എങ്ങനെയാണോ ഉള്ള സമയം അതിനനുസരിച്ച് നിർത്തില്ലെന്ന് പറഞ്ഞാൽ അതിപ്പം പറയുന്നതാണ്. നമ്മളെ കാര്യം അത് പ്രൂവ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഷൂട്ടിംഗ് ഇടയിൽ നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. അതിനാണ് ഉത്തരം. ഒരിക്കലും റീൽ ഇടുന്നത് സിനിമ കിട്ടാത്തോണ്ടോ, സിനിമ കിട്ടുന്നുള്ള റീൽ അങ്ങനെയൊന്നുമില്ല. ആ ഒരു കണക്ഷനേ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കിപ്പോൾ നല്ലൊരു വീഡിയോ ചെയ്യണം, വീഡിയോ ചെയ്യും. അതെ, അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നമുക്കും കൂടെ വേണ്ടിയാണ്. പിന്നെ ആൾക്കാർക്ക് അത്ര ഒരു ഓഡിയൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. ഓക്കെ. ഈ ചേട്ടന്മാരുടെ കൂടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ എന്താണ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത്? ഇവർക്ക് കുറെ ഫാൻസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ലൈക്ക് ഞാൻ ആക്ച്വലി വാഴയിൽ വന്നപ്പോൾ ഞാൻ വെച്ചാൽ എനിക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവരുടെ കൂടെ ശരിക്കും അഭിനയിച്ച് കുറേ മന്ത്സൊക്കെ ലീവ് എടുത്തപ്പോൾ എന്നിട്ട് സ്കൂളിലൊക്കെ കുറേ ലീവ് പോയി. അപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അവരെല്ലാവരും കൂടി കുറച്ചുകൂടി സർപ്രൈസ്ഡ് ആയിട്ടൊക്കെ കേട്ടിട്ട്. അപ്പം എന്താ അവർ പറഞ്ഞേ? ഈ മറ്റേ ചേട്ടൻ ഹാഷിറാൻ ടീംസിന്റെ കൂടെയാണോ ആക്ട് ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടാറുണ്ടോ ഇന്ന ആളോട് അന്വേഷണം പറയണം, അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് അവർ ചോദിച്ചു ഈ പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആരെ കുറിച്ച് ചോദിച്ചത്? അങ്ങനെ എന്നോട് ഞാൻ അലഞ്ചേട്ടൻ്റെ അനിയത്തിയുണ്ട്, കൂടുതലും അലഞ്ചേട്ടൻ എങ്ങനെയാണ് അങ്ങനെ ചോദിക്കാറ്. എന്നിട്ട് ബാക്കിയുള്ള സീൻ ഞാൻ പറയില്ല, സസ്പെൻസ് അതുകൊണ്ട് പറഞ്ഞില്ല. കൂടുതലും അലഞ്ചേട്ടൻ്റെ കാര്യം ചോദിക്കാം. അലഞ്ചേട്ടനാണ് ഫാൻസ് അല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടനായിട്ട് ചെയ്യണം. അപ്പം ചേട്ടനെ പറ്റി ചോദിക്കും. നിങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ റീൽസ് നമ്മൾ ടിക്ടോക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കോണ്ടന്റ്സ് ചെയ്തു, ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങളിപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഭയങ്കര അങ്ങനെയല്ല, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്നാലും ഇപ്പോൾ റൈറ്റ് നൗ എന്താണ് ആ ഒരു ഫീല്? ഭയങ്കര എന്താ ശരിക്കും ഫീൽ ചെയ്യുന്നത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്? ഇത്രയും കാരണം ഇത്രയും ജേർണി വന്നല്ലോ. നോർമലി ഈ ഒരു വഴി കൂടെ വരുന്ന മനുഷ്യനുണ്ടാവുന്ന അതേ അല്ലേ സന്തോഷം. കാര്യം ഈ ഒരു വഴി കൂടെ ഇത്രയും അല്ല എല്ലാവർക്കും ഉണ്ടാവുന്ന ഫീലിങ്സ് അല്ലേ നമുക്ക് ഉണ്ടാവുന്ന സാഹചര്യം. അതെങ്ങനെ അറിയാം? അതായത് അത്രയും നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട്.
ഇപ്പം ആൾക്കാർ നമ്മളെ ഡിജിറ്റലി കാണുന്നതിന് മുന്നേ നമ്മളിത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അത് പയ്യെ പയ്യെ ഓരോ ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്തിപ്പെടുമ്പോൾ നമുക്ക് ഓരോ അച്ചീവ്മെൻ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിങ്ങനെ കഴിഞ്ഞ് സിനിമയായി, രണ്ടാമത്തെ സിനിമയിൽ വരെ എത്തുമ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഓരോ നിമിഷവും അതിനെപ്പറ്റി ആലോചിച്ച് സന്തോഷിക്കാറുണ്ട്. നമ്മളിവിടെ വരെ എത്തിയില്ല, പ്രൗഡ് അല്ലേ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഫീലിംഗ് പ്രൗഡ്, അത് കേട്ടില്ല ആരും. കിട്ടി. ഓക്കെ, ഇനി എന്താ പുതിയ പ്രോജക്ട്സ് വന്ന് നിൽക്കുന്നുണ്ടോ? ഇല്ല, കാര്യം പടം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നോക്കണം, സിനിമ ചെയ്ത് എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഇങ്ങനൊരു ഡ്രീം ആക്ടർ ഉണ്ടോ അല്ലെങ്കിൽ ഡ്രീം ഡയറക്ടർ ഉണ്ടോ? ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്താൽ എനിക്ക് ആഗ്രഹമുണ്ട്. നോളന്റെ കൂടെ വർക്ക് ചെയ്താൽ നമുക്ക് ഇത് തന്നെ മനസ്സിലാവുന്നില്ല. ഡ്രീം ചെയ്തൂടെ? ഡ്രീം ചെയ്യാം. ഈ വാഴ 3 ഉണ്ടാവും ഇനി? അത് ഇത് 2 കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ തീരുമാനിക്കുന്ന അനുസരിച്ച് നമ്മുടെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ നല്ലതല്ലേ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എത്ര ഇതുവരെ പോകണം, സീസൺ വരെ പോകണം എന്ന് ആഗ്രഹം? അത് ഈ ഓരോ പടത്തിന്റെ ആൾക്കാർ തരുന്ന സപ്പോർട്ട് അനുസരിച്ച് അങ്ങോട്ട് പോട്ടെ. നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ അനുസരിച്ച്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഓൾഡ് വീഡിയോ കാണിച്ചു തരാം. ഇന്നലെ താക്കോലി തുറക്കടാ. എന്തൊക്കെയാണ് നടക്കുന്നേ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ. ഇങ്ങനെ ഇത് വരുമ്പോ ഇങ്ങനെ നോക്കാറുണ്ട്, ഇതൊക്കെ ആരാ പഠിച്ചു വിടുന്നേന്ന്. ഇങ്ങനെ ഇതേപോലെ ട്രോൾസ് അത് വരാറുണ്ട്. അത് ഞാൻ സ്റ്റോറി ആക്കിയിട്ടുണ്ടല്ലോ. ചിലതിൽ ഞാൻ കമന്റ്സ് എന്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇല്ല, കമന്റ് ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. കമന്റ് ഇല്ല, അങ്ങനെ കമന്റ് ഒന്നും ഇടാറുണ്ട്. ഇങ്ങനത്തെ ഇടാറില്ല, അല്ലാതുള്ള ചില ഇടാൻ തോന്നുക കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഏപ്രിൽ 2 തിയേറ്റേഴ്സിലേക്ക് റിലീസ് ആവാണ്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ വളരെ നല്ലൊരു സിനിമ ആവട്ടെ, 1 പോലെ തന്നെ ഒരുപാട് ഹിറ്റ് ആവട്ടെ. വാഴ 3, 4, 5 ഒക്കെ ഇറങ്ങട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.